നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ അത്ഭുതം എന്ന് പറയും. ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ് ഇപ്രകാരമാണ്. അവർ ഉദാഹരണത്തിലൂടെ പറഞ്ഞു, ഒരാൾക്ക് ഒരു ക്യാൻസർ ഉണ്ടാകും. ക്യാൻസർ രോഗം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യ മേഖല, വൈദ്യശാസ്ത്രം കഴിയില്ല, ഇനി ഒരു രക്ഷയും ഇല്ല എന്ന് പറയും. എന്നാൽ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് മാറിപ്പോകും. അതിനെ അത്ഭുതം എന്ന് പറയുന്നു എന്ന് പറയും. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെ അത്ഭുതം എന്ന് പറയും. ടോണി ഡിമല്ലോ എന്ന് പറയുന്ന ജെസ്യൂട്ട് പ്രീസ്റ്റ്, അദ്ദേഹം ഒരു കഥ ഇപ്രകാരം അത്ഭുതത്തെ പറ്റി പറയാറുണ്ട്. ഒരു പണ്ഡിതനായ മനുഷ്യൻ പ്രശസ്തനായ ഒരു ഗുരുവിനെ കാണുവാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യനെ കണ്ടു. ശിഷ്യനോട് പറഞ്ഞു, അങ്ങയുടെ ഗുരു വളരെ വലിയ മനുഷ്യനാണ്, ശ്രേഷ്ഠനായ മനുഷ്യനാണ്, അദ്ദേഹം ഒത്തിരിയും അത്ഭുതങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. അദ്ദേഹം ശിഷ്യനോട് ചോദിച്ചു, അങ്ങയുടെ ഗുരുവിന് ഈ അത്ഭുത സിദ്ധികളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു. അന്നേരം ശിഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെ അത്ഭുതമായിരിക്കത്തില്ല, ചിലപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ അത്ഭുതം. ഓരോ സ്ഥലത്തും അതിങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, നമ്മുടെ ദൈവത്തിന് മുൻപിൽ കുറെ ആവശ്യങ്ങൾ, നമ്മുടെ കുറെ ആഗ്രഹങ്ങൾ നമ്മൾ നിരത്തി വയ്ക്കും. അത് ദൈവം സാധ്യമാക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അത്ഭുതം എന്ന് പറയും. എന്നാൽ ഞങ്ങളുടെ ഗുരു പറയുന്ന അത്ഭുതം അതല്ല. ദൈവം നമുക്ക് മുൻപിൽ കുറെ പ്രതീക്ഷകൾ വച്ചു, അതിനെ നമ്മൾ നിറവേറ്റുമ്പോൾ അതിനെ അത്ഭുതം എന്ന് പറയും. യഥാർത്ഥത്തിൽ വലിയ അത്ഭുതം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ദൈവം മനുഷ്യർക്ക് മുൻപിൽ ചില പ്രതീക്ഷകൾ വെച്ചിട്ട് ആ പ്രതീക്ഷകളെ നമ്മൾ ഫലമണിയിക്കുമ്പോൾ അതിനെ അത്ഭുതം എന്ന് പറയും. ഒരു വലിയ പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ട് ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യനുണ്ട്, അറിയാമോ? അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരിക്കലും ചെന്നായിരുന്നു. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയും മറ്റ് കാര്യങ്ങൾക്കും ഒക്കെ പോകും. പക്ഷെ കുടുംബം അദ്ദേഹം വലുതായിട്ട് നോക്കാറുണ്ട്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഭാര്യ എന്തോ കാര്യം പറഞ്ഞ് ഇന്ന ദിവസം ഇന്നതിന് നമുക്ക് കുടുംബമായിട്ട് പോകണം. അന്നേരം ഉടനെ അദ്ദേഹം പറഞ്ഞു, ആ ദിവസം എനിക്ക് ഒക്കത്തില്ല. ആ ദിവസം എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് കർത്താവിനെ മാറ്റി വെച്ചിരിക്കുന്ന ദിവസമാണ്. കർത്താവിന്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ന് അദ്ദേഹം പറയുകയും. എന്നിട്ട് ഞാൻ ചിന്തിച്ചു, കർത്താവിന്റെ കാര്യം എന്താ? കർത്താവിന്റെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു കുടുംബം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിന്റെ കാര്യങ്ങള് ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് അത്ഭുതം എന്ന് നമുക്ക് പറയാം. നമ്മൾ ഓരോ മനുഷ്യനിലും ദൈവം ഓരോ പ്രതീക്ഷകള് വച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ നിറവേറ്റുമ്പോഴെന്ന് പറയുന്നത് അതിനെ അത്ഭുതം എന്ന് പറയും. അതുകൊണ്ട് പറയാറുണ്ട്, പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്